ഹായ് സൈലിനെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഭാഗ്യത്തിന് ആരും കണ്ടില്ല. കിട്ടുന്ന സ്ലോ മോഷനിലായിരുന്നെല്ലാം കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസമായി ഗൈസ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ പുറത്തോടെയും പോയിട്ട് ചായ എന്തെങ്കിലും കുടിക്കാനുള്ള പരിപാടിയാണ്. ബസ് സർവീസ് ഇപ്പോഴും കൊണ്ട് കേട്ടോ. KSRTC ബസ് എപ്പോഴും ഉണ്ട്. നേരം എടുത്ത് തരണല്ലോ. ഒരാഴ്ച 1 കിലോമീറ്റർ ദൂരമുണ്ട് ടൗണിലേക്ക്, മറയൂർ ടൗണിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഹരിയേട്ടാ, സമയം എത്ര? 6:50. ഒരു വായിക്കല്ലോ. ഇന്നലെ ഞങ്ങളുടെ പിന്നാലെ 2 ഉണ്ടാകും. ആ, ഇവിടെ സിപ്പ് ലൈൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. ടൈമിങ് എത്രയാണെന്ന് അറിയില്ല. എന്തൊരു അമ്പലം ഇത്. മറയൂരൊന്നും നടന്നു വരുന്നുള്ളൂ. നിങ്ങൾ നടന്ന് ചായപ്പൊടി കണ്ടുപിടിക്കാൻ ശ്രമത്തിലാണ്. നേരത്തെ ചേട്ടന്മാർ പറഞ്ഞ് ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്തൊരു ചായപ്പൊടി ഉണ്ടെന്നാണ്. മോനാണ്, അവൻ ഡോക്ടറിന് പഠിക്കുന്നു. ഇത് ചെന്നൈ. മനസ്സിലായി. ചായ ഞങ്ങൾ ചായ കഴിക്കാനുള്ളൊരു യാത്രയാണ് ഇറങ്ങിയതാണ്. ചായ കിട്ടി. ഒരു 1/2 കിലോമീറ്ററോളം നടന്നു റൂമിൽ നിന്ന്. നല്ലൊരു ചായയോടെ ആൻറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാനുള്ള പരിപാടി. ചൂട് ചായ അൻവിത വലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചായ കുടിച്ച് നമുക്ക് മറയൂരിൻ്റെ കാഴ്ചകളിലൂടെ യാത്ര ഇനി വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. അടുത്തിപ്പോൾ ഇവിടെ ചായ കിട്ടുന്ന സ്ഥലം ഇപ്പോൾ ഇത് മാത്രമേ ബാക്കി ഇവിടെ ഒന്നും സെറ്റായിട്ടില്ല. അങ്ങനെ ഒരു പർവ്വതങ്ങളൊക്കെ കാണാണ്ടോ. ക്യാമറയിൽ അത്ര കിട്ടണമെന്ന് അറിയില്ല. കിട്ടില്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇത് വേണം കുറച്ച് വില്ലേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ചായ കുടിച്ച് സെറ്റായിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പ്. ഇന്ന് ഇരവിക്കുളം ഭാഗത്തേക്കാണ് പോകണമെന്ന് തോന്നും. അപ്പം നമുക്ക് കാണാം. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ മോർണിംഗൊക്കെ നടന്ന് അവിടുത്തെ ടൗണൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണത് നല്ലതായിരിക്കും എന്ന് തോന്നും. കാരണം അപ്പോൾ നമുക്ക് അവിടുത്തെ ആളുകളുടെ എന്താ പറയുക മോർണിംഗ് റൊട്ടീനും ഒക്കെ നമുക്ക് കാണാനുള്ളൊരു അവസരം, അതുപോലെ മോർണിംഗ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇറങ്ങി നമ്മളിതുപോലെ നല്ല രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ടൗണൊക്കെ പെട്ടെന്ന് ക്ലോസ് ആവും കേട്ടോ. എൻ്റെ രാത്രി ഒരു 7 മണി 8 മണിയാകുമ്പോഴേക്കൊക്കെ കടകളൊക്കെ അടച്ചു തുടങ്ങും. പിന്നെ രാത്രിയിലൂടെ ആന ഇറങ്ങണ പ്രശ്നമൊക്കെ ഉണ്ട്. നമുക്ക് വേഗം തന്നെ നടക്കാം ഹോസ്റ്റലിലേക്ക്. അവിടെ നിന്ന് 8 മണിക്ക് നമുക്കും വണ്ടി പുറപ്പെടുന്നതാണ് പറഞ്ഞത്. നമുക്ക് വേഗം നടക്കാം. ആരാ എവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ വെറുതെ. ചായ അവിടെ ഒരു റീൽസിലുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഹരിയേട്ടൻ ചേർത്തേട്ടൻ്റെ പടം എടുത്ത്. ഹായ്. ഇവിടെ മെയിനായിട്ട് മലയാളം തമിഴ് 2 ഭാഷയും സംസാരിക്കണം കൂടുതലും. ഇവിടുത്തെ ലോക്കൽ ചാനലിലടക്കം മലയാളം തമിഴും മിക്സ് ചെയ്തിട്ടൊക്കെ ടെസ്റ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഇത് പറയാതെ ഞങ്ങൾ കോളേജ് കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്ന് വയ്യാന്ന് തോന്നുന്നു തീരെ. അപൂർവമായിട്ട് മാത്രം മറയൂർ കാടുകളിൽ മാത്രമേ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പൂക്കളാണ്. അപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് നമ്മുടെ ട്രിപ്പ് കഴിയുന്നത്. ഇപ്പോൾ ഡേ 2 വീഡിയോസാണ് നമ്മൾ
നമ്മൾ ഡേ 1 ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട്, അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട്. നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ലാ പാരഡൈസോ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഉണ്ട്. ഡോർമെറ്ററി നല്ല വൃത്തിയും ക്ലീനൊക്കെയാണ്. വെള്ളവും കുഴപ്പമൊന്നുമില്ല. എന്താ പരിപാടി കഴിഞ്ഞാ ചേട്ടാ? കുളി കഴിഞ്ഞാ? ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ. കിട്ടുന്ന വ്യൂ അല്ല. ഈ ഭാഗത്തേക്ക് ആനൊക്കെ വരുന്ന പറയണേ. ആന രാത്രി നേരത്തെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ക്യാമ്പ് ഫയർ ചെയ്ത സ്ഥലമാണത്. ആ ഏരിയയിലാണ് മറ്റേ മറയൂർ ടൗൺ വരുന്നത്. നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്ത സ്ഥലം. ഞങ്ങൾ ജസ്റ്റ് അവിടെ മുകളിൽ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവിടെ അപ്പുറത്ത് വേറൊരു സ്ഥലം കൂടി കണ്ടു, ഒരു ചെറിയ വൈബുള്ള സ്ഥലം. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഭാഗത്തിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. അതാണ് ആ സ്ഥലം, താഴെയുള്ള സ്ഥലം. ഇതെങ്ങനെയാണ് അങ്ങനെ എത്തിയേ? അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. നോക്കുമ്പോൾ വഴി തെറ്റി. താഴ്ച നല്ല അഗാധമായൊരു താഴ്ചയാണ് ഗൈസ്. പോയി നേരത്തെ താഴ്ത്തിക്കെത്തും. ഇവിടെ കുറച്ച് ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. ഭാഗ്യത്തിന് ആരും കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. ഹായ് സൈലിനെ, എന്തൊക്കെയുണ്ട് വിശേഷം? കറക്റ്റ് ടൈമിൽ തന്നെ ഒരു പെൺകുട്ടിയോടെ വന്നു. കണ്ടില്ല തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റപ്പ് അല്ലേ? നല്ല വൈബില്ലേ? ഈ ടൈമിൽ ആനൊന്നും വരില്ല അല്ലേ? മഴ പെയ്ത് നനഞ്ഞിരിക്കുമല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. 360 വ്യൂ കാണിച്ചത്. അതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അവിടുന്ന് കുറച്ച് താഴ്ത്താണ് ഈ പരിപാടി. നല്ല വൈബല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. ബാഗ് സെറ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റി. നമ്മൾ ഇരിവിക്കലം നാഷണൽ പാർക്കാണ് മെയിൻ പോകുന്ന സ്ഥലം തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്ല സ്ഥലത്തിൽ പോകണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. നമ്മളെ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കോമൺ ആയിട്ട് എല്ലാ വണ്ടികളും നിർത്തി ചായ കുടിക്കുന്ന സ്ഥലമാണല്ലോ. ചായ കുടി കഴിഞ്ഞ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെള്ളയപ്പം ഇഡ്ഡലി സെറ്റപ്പൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അടുത്ത സ്ഥലത്ത് പോകാനുള്ള പരിപാടിയിലാണ്. ഒരാളുണ്ട്, കുറച്ച് അഗ്രസീവ് ആണ് അവിടെ. ഫുഡ് പേടിയുള്ള പരിപാടിയാണ്. ഇടയ്ക്ക് ബ്രേക്കിന് ഒന്ന് ഇറങ്ങിയതാണ്. തേയിലത്തോട്ടം കണ്ടപ്പോൾ വണ്ടി നിർത്തി നടക്കാൻ വിചാരിച്ചു. തലയാട്ടി കമ്പനിയുടെ തേയിലത്തോട്ടമാണ് ഇവിടെ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. എന്താ തേയിലത്തോട്ടം, റോഡ്, ടീ സെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. നമുക്കത് കണ്ടിട്ട് വരാം. ബാക്ക്ഗ്രൗണ്ട് അടിപൊളി കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മലനിരകളും തേയിലത്തോട്ടം സെറ്റപ്പ് വ്യൂ ആണ് ഗൈസ്. കിഡ്ഡിലും സ്ലോ മോഷനിൽ എല്ലാം കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് ചാടിക്കാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ചേർത്തോട്ടോ, എന്തായ പരിപാടികളൊക്കെ? ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കണോ. ഇതാ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ കൊണ്ട് നല്ലൊരു കോഫി ഒക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ചൂട് കാപ്പി കുടിക്കുകയാണ്. ഇവിടെ ആള് ഒരു ബോസ് അങ്ങ് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്.
കോഫി ടീ ഗൈസ്. ഒരു കോഫിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇങ്ങനെ പുറത്തിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ശരിക്കും ഒരു കോടൊക്കെ വരുന്ന സ്ഥലമാണെന്ന് പറയണേ, പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. അറിയില്ല, ചോദിച്ചോണ്ട് ചോദിക്കണ്ടായിരുന്നു, ചോദിച്ച് കടി പിടിക്കണം കേട്ടാ. പലയാർ ടീ കോഫി സെയിൽസ് ഔട്ട്ലെറ്റ് അതാണ് സംഭവം. നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. എന്നെ ഒഴിക്കും ബസ്സിൽ നല്ല ഉറക്കുറങ്ങി വയസ്സ്, അതുകൊണ്ട് നല്ലൊരു കോഫി കുടിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുത്തെ സ്ഥലം സൈറ്റ് സീനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇരുവിക്കുളം നാഷണൽ പാർക്കാണ് നമ്മുടെ ലക്ഷ്യം. വണ്ടിയിൽ കയറാം. അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഇരുവിക്കുളം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയാണ്. തിരക്കാണ് ഇവിടെ. ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഒരാൾക്ക് 250 270 തോന്നും ടിക്കറ്റ് റേറ്റ്. എക്സ്പീരിയൻസ് സെൻ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരുവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. കണ്ടോ, ഇതൊക്കെ തന്നെ കാണുള്ളൂ. പിന്നെ കുറേ വരയാടുകളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. നീലക്കുറിഞ്ഞി ഇനിയിപ്പോൾ അടുത്ത് പൂക്കുന്നത് 2030 ഇനി നീലക്കുറിഞ്ഞിനെ കാണാൻ പറ്റുമോ? കുറിഞ്ഞിക്കാട് ഇവിടെ മൊത്തം ഒരു കയ്യേറിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇരുവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. ഒരാൾക്ക് 200 രൂപയാണ് റേറ്റ്. പിന്നെ വാഹനത്തിന് പാർക്കിംഗ് ചാർജ് വേറെ ഉണ്ടെന്ന് കേട്ടോ. ശരി ഗൈസ്, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ. അങ്ങനെ
അങ്ങനെ മൂന്നാറിൽ നിന്ന് ഞങ്ങൾ ഇരുവിക്കുളം കഴിഞ്ഞിട്ട് മൂന്നാർ വഴി വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് അടിച്ചു. ആനച്ചാലിന് സ്ഥലത്ത് നിന്ന് ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. വെള്ളച്ചാട്ടൻ്റെ പേരൊക്കെ എന്താണെന്ന് അറിയില്ല. സല്ലേ ഈ വെള്ളച്ചാട്ടം അതെന്താ പറ ഞാൻ മറന്നതാ. ചീയപ്പാറ. നമ്മളിപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണുള്ളത്. അയ്യോ ഞാൻ തല ഒരു പൈനാപ്പിള് ചോറിറങ്ങി കഴിക്കാൻ പറഞ്ഞോണ്ട് ഛർദിക്കാൻ വെള്ളമാണോ ഉപ്പിയാ ബസ്സിൽ തന്നെ എല്ലാവരും കുറേ പേരൊക്കെ ഛർദിച്ചു. അപ്പോൾ എന്തെങ്കിലും വെള്ളം മേടിക്കാൻ. നല്ല മഴ പെയ്തു ഗൈസ്. അതുകൊണ്ട് വേഗം തന്നെ വണ്ടി കയറാനുള്ള വരും.